നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കും ഒപ്പം മറ്റ് കറികളോ സാമ്പാറോ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു ചട്നി മാത്രം മതി കൂട്ടി കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ചട്നിയുടെ റെസിപ്പിയാണ് ഇന്ന്. ദോശയ്ക്കും ഇഡ്ലിക്കും പറ്റിയ ചട്നി പല വിധത്തിലുണ്ടെങ്കിലും ഇത് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇത് ടൊമാറ്റോയും മല്ലിയിലയും എല്ലാം ചേർത്തിട്ടുള്ളൊരു ചട്നിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പറയാം. ചട്നിക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് 2 ടൊമാറ്റോ കട്ട് ചെയ്ത് വെക്കുക, ഒരു സവോള, പിന്നെ ഒരു പിടി തേങ്ങ, അധികം വേണ്ട, ഒരു കൈപ്പിടി നിറയെ മല്ലിയില വേണം. അത് ഇവിടെ ഉള്ളത് ഫ്രോസൺ ആണ്, അതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചിട്ടില്ല, ആ സമയത്ത് ഇട്ട് കൊടുക്കും. ഇനി 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് വേണം, ഒരു 5 ഉണക്കമുളക്, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം, കറിവേപ്പില, ഒരു പീസ് ഇഞ്ചി, ഒരു ചെറിയ പീസ് കായം, കുറച്ച് പുളി എന്ന് വെച്ചാൽ വളരെ കുറച്ചേ വേണ്ടുള്ളൂ. ഇതാ ഇവിടെ കായത്തിൻ്റെ പീസ് വെച്ച് കാണുന്നില്ലേ, അത്രയും പുളി മതി. പുളി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് ഇത്തിരി എന്തായാലും വേണം, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഞാൻ വഴറ്റിയെടുക്കാൻ പോവാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. ഒരു 2-3 ടേബിൾ സ്പൂൺ വേണ്ടി വരും. വെളിച്ചെണ്ണ ചൂടായാൽ ആദ്യം കായത്തിൻ്റെ പീസ് ഇട്ട് കൊടുക്കണം. ശേഷം ഇഞ്ചി, കറിവേപ്പില, പിന്നെ ക്രമത്തിൽ നമ്മൾ മസാല ഞാൻ ഉഴുന്ന് പരിപ്പും മുളകും ഒക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ക്രമത്തിലൊന്ന് വഴറ്റി ആദ്യം കരിഞ്ഞു പോകരുത്, കോരി മാറ്റി വെക്കുക. ഈ മസാലക്കൂട്ട് കോരി മാറ്റിയ ശേഷം ടൊമാറ്റോയും സവോളയും തേങ്ങയും മല്ലിയിലയും എല്ലാം കൂടി ഒന്ന് വഴറ്റണം. ഇത് അധികം നേരം വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിയാൽ മതി. ഇനി എല്ലാം ചേർത്തൊന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് തേങ്ങയും കൂടി ഒന്ന് ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അധികം ഇങ്ങനെ വഴന്ന് വരേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടുന്ന ഉപ്പ് കൂടി ചേർക്കണം. ഇതൊക്കെ ഒന്ന് തണുത്തിട്ട് മിക്സി ജാറിട്ടൊന്ന് അടിച്ചെടുക്കുക. മുളകും ആദ്യം വറുത്തെടുത്ത ഐറ്റംസ് എല്ലാം ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതാ നമുക്ക് വഴറ്റി വെച്ച ടൊമാറ്റോ, സവോള, പിന്നെ മല്ലിയില ഇതെല്ലാം കൂടി ഒന്നിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡിയാവും. നന്നായി അരച്ചെടുത്ത് ബൗളിലേക്ക് മാറ്റിയ ശേഷം ഒരു സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. മെൽറ്റ് ചെയ്തെടുത്ത നെയ്യാണ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് താളിച്ചൊഴിക്കുന്നതിനും കുഴപ്പമില്ല, കടുകും കറിവേപ്പിലയൊക്കെ, അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ മല്ലിയില ടൊമാറ്റോ ചട്നി റെഡിയായി. മല്ലിയില ചേർക്കുന്നതുകൊണ്ട് കളറിന് കുറച്ച് അങ്ങനെ ഡാർക്ക് കിട്ടില്ല, റെഡ് കിട്ടില്ല, കുറച്ച് ഗ്രീനിഷ് ആയിട്ടാണ് ഉണ്ടാവുക. ഈ ചട്നി ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ നമ്മളെ ചൂട് കഞ്ഞിക്കൊപ്പം കൂട്ടി കഴിക്കാനും ഊണിന് സൈഡ് ഡിഷായിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. നിങ്ങളെന്താ ചെയ്തു നോക്കുക. ഈ ചട്നി ഞാൻ ഈ കുഴിയപ്പത്തിന് കോമ്പിനേഷനായിട്ട് ചെയ്തതാണ്. 2 വീഡിയോ ഒന്നിച്ചിട്ടാൽ അത് വലിയ വിഷമമായിരിക്കും എന്ന് കരുതിയാണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത്. മല്ലിയില ടൊമാറ്റോ ചട്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.